നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അന്യായം, നിർഭാഗ്യകരം എന്ന ട്രംപിന്റെ തീരുവ ബോംബിനെ വിശേഷിപ്പിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി. ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉടൻ, സൂചന നൽകി വൈറ്റ് ഹൌസ്. യുക്രൈൻ സമാധാന കരാറിന് വഴങ്ങാൻ റഷ്യയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം നാളെ അവസാനിക്കാനിരിക്കെ മോസ്കോ സന്ദർശിച്ച US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ഒഴിവുകാല യാത്രകൾക്കായി വിമാനത്താവളത്തിലെത്തിയവർക്ക് വീണ്ടും യാത്രാ ദുരിതം സമ്മാനിച്ച് ഹീത്രൂ വിമാനത്താവളം. സ്വകാര്യ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പത്തിൽ കുറച്ചു സമയത്തേക്ക് ബർമിംഗ്ഹാം വിമാനത്താവളം അടച്ചിട്ടപ്പോൾ റദ്ദായത് നൂറുകണക്കിന് വിമാന സർവീസുകൾ. കെയിൽ പഠനം തുടരാനായി ഇന്ത്യക്കാർ ഏറെ കാത്തിരിക്കുന്ന ഷെവനിംഗ് സ്കോളർഷിപ്പുകൾക്കും ഫെലോഷിപ്പുകൾക്കും അപേക്ഷ ക്ഷണിച്ചു. വാർത്തകൾ വിശദമായി. യൂറോപ്പിന് ആശ്വാസമുണ്ടാക്കാൻ റഷ്യ ഉക്രൈൻ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഇറങ്ങിത്തിരിച്ച് ഡൊണാൾഡ് ട്രംപ്. ഉക്രൈനിലെ വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഡൊണാൾഡ് ട്രംപ് അടുത്ത ആഴ്ച തന്നെ വ്ളാഡിമിർ പുടിനെ കാണുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വെടിനിർത്തൽ സാധ്യമാക്കുന്നതിന് നിലവിൽ ഗുരുതരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മോസ്കോവിലെത്തി പുടിനുമായി ചർച്ച നടത്തിയിരുന്നു. അതിന്റെ തുടർഫലമായാണ് പുടിൻ ട്രംപിനെ നേരിട്ട് കാണാൻ സമ്മതം മൂളിയതെന്ന് സൂചനയുണ്ട്. ട്രംപും പുടിനും തമ്മിൽ എപ്പോൾ എവിടെ വെച്ച് ഉച്ചകോടി നടക്കുമെന്നതിൽ വ്യക്തത വന്നിട്ടില്ല. പുടിനുമായി വളരെ വേഗം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ബുധനാഴ്ച വൈകുന്നേരം വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വെടിനിർത്തൽ ചർച്ച ചെയ്യുന്നതിലേക്ക് നയിക്കുന്ന പ്രത്യേക വഴിത്തിരിവൊന്നും ഉണ്ടായിട്ടില്ല എന്നും, എന്നാൽ US ഉദ്യോഗസ്ഥർ വളരെ കാലമായി അതിൽ പ്രവർത്തിച്ചു വരികയാണ് എന്നും ട്രംപ് പറഞ്ഞു. വ്ളാഡിമിർ പുടിനും US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഫലമുണ്ടാകണമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ വാദത്തോട് താൻ യോജിക്കുന്നുവെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് സെലൻസ്കി ആവർത്തിച്ചു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന വൈറ്റ് ഹൌസിന്റെ സൂചനകളിൽ പ്രതികരിക്കുകയായിരുന്നു സെലൻസ്കി. ഉക്രൈനുള്ള പിന്തുണയ്ക്ക് യൂറോപ്യൻ നേതാക്കൾക്കും സെലൻസ്കി നന്ദി പറഞ്ഞു. ഉക്രൈൻ തീർച്ചയായും അതിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും. റഷ്യ തന്നെ തങ്ങൾ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യ താൽപര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളായവരുടെയും താൽപര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അറിയിച്ചു. അതിനായി എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മോദി പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തി US. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെയാണിത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ആകെ തീരുവ 50%. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്കാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് CNBC ചാനലിലെ പരിപാടിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഷ്യ ഇന്ത്യൻ വ്യാപാര ബന്ധത്തിലെ തങ്ങൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാത്ത ഇന്ത്യയോട് ട്രംപിന്റെ പ്രതികാരവും ഭീഷണി തുടരുകയാണ്. ഇന്ത്യയോടുള്ള അമേരിക്കയുടെ ഭീഷണി വിലപ്പോകാത്ത സാഹചര്യ താരിഫിൽ ഇന്ത്യക്ക് പണി നൽകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അമേരിക്ക. എന്നാൽ ട്രംപ് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. എന്തായാലും ട്രംപിന്റെ ഈ നടപടിയെ തികച്ചും അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്കെതിരെ 25% അധിക താരിഫ് ചുമത്താനുള്ള US തീരുമാനത്തിനെതിരെയുള്ള നിലപാട് പകൽ പോലെ വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. അതിനിടെ ഇന്ത്യക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഇതോടെ ആകെ തീരുവ 50% ഉയർത്തി. 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ അധിക തീരുവ പ്രാബല്യത്തിൽ വരിക. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കു മേലുള്ള ആകെ തീരുവ 50% മാറും. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്കാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് CNBC ചാനലിന്റെ പരിപാടിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുമായി US കാര്യമായ വ്യാപാര ബന്ധം നടത്തുന്നില്ലെന്നും ഏറ്റവും തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു ട്രംപിന്റെ ആരോപണം. അതുകൊണ്ടാണ് 25% തീരുവ ചുമത്തിയതെന്നും റഷ്യയിൽ നിന്നും അവർ ഇപ്പോഴും എണ്ണ വാങ്ങുന്നത് കൊണ്ട് തീരുവ കൂട്ടുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാദം. ഉത്തരാഖണ്ഡിലെ ധരാലിയിലുണ്ടായ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും പെട്ടവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു.
മരണസംഖ്യ 5 ഉയർന്നു. ബുധനാഴ്ച ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. 100-ലധികം പേരെ കാണാനില്ല. ഇന്ത്യൻ സൈന്യം, SDRF, പോലീസ് എന്നിവിടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 190ഓളം പേരെ രക്ഷപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഹർസിൽ പ്രദേശത്ത് 11 സൈനികരെയും കാണാനില്ല. മുഖ്യമന്ത്രി ബുധനാഴ്ച രാവിലെയോടെ തന്നെ സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗാസയിൽ ഇസ്രായേൽ വെടിവയ്പിലും ബോംബാക്രമണങ്ങളിലും ഭക്ഷണം തേടിയെത്തിയ 87 പേരടക്കം 135 പലസ്തീൻകാർ ഇന്നലെ കൊല്ലപ്പെട്ടു. 771 പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 61,158 ആയി. ഇന്നലെ 5 പേർ കൂടി പട്ടിണി മൂലം മരിച്ചു. ഇതോടെ ആകെ പട്ടിണി മരണം 193 ആയി. പട്ടിണി പടർന്ന ഗാസയിൽ വെള്ളത്തിനും കടുത്ത ക്ഷാമമാണ് നേരിടുന്നത്. സന്നദ്ധ സംഘടനകളാണ് ചില കേന്ദ്രങ്ങളിൽ ജലവിതരണം നടത്തുന്നത്. ഗാസയിലേക്കുള്ള സഹായ വണ്ടികളുടെ വ്യൂഹത്തെ ഇസ്രായേൽ കുടിയേറ്റക്കാർ ആക്രമിച്ചെന്ന് ജോർദാൻ ആരോപിച്ചു. 30 ട്രക്കുകളാണ് ആക്രമിക്കപ്പെട്ടത്. ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് മന്ത്രിമാരുമായി ചർച്ച ചെയ്യും. ചൊവ്വാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ സേനാ മേധാവി ഇയാൽ സമീർ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കം സൈനികരെ കെണിയിലാക്കുമെന്നും ശേഷിക്കുന്ന ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സേനാ മേധാവി എതിർത്തത്. ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും ഫലമായാണ് നേരത്തെ ബന്ദികളെ മോചിപ്പിച്ചതെന്നും 22 മാസം പിന്നിട്ട യുദ്ധത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും സേനാ മേധാവി പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരിക്കും 2028 തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പിൻഗാമിയാരെന്ന ചോദ്യത്തിന് മറുപടിയായാണ് വാൻസിന്റെ പേര് ട്രംപ് പറഞ്ഞത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യനെന്നും ട്രംപ് പറഞ്ഞു. പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ല. എങ്കിലും വാൻസ് തീർച്ചയായും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനാണ് ഏറ്റവും സാധ്യത എന്ന് CNN റിപ്പോർട്ട് ചെയ്തു. UK ലേബർ സർക്കാരിന്റെ പൊതുധനത്തിലെ 50 ബില്യൺ പൗണ്ടിന്റെ കമ്മി പരിഹരിക്കുന്നതിനായി വരുന്ന ശരത്കാല ബജറ്റിൽ നികുതികൾ കാര്യമായി തന്നെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ റിസർച്ചിലെ സാമ്പത്തിക വിദഗ്ധരാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിലവിൽ 41.2 ബില്യൺ പൗണ്ടിന്റെ ബജറ്റ് കമ്മി ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ 40 ബില്യൺ പൗണ്ടിന്റെ നികുതി വർധന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കണക്കിലെടുത്ത് ഇത്തവണ വീണ്ടും നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ റേച്ചൽ റീവ്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഒഴിവുകാല യാത്രകൾക്കായി വിമാനത്താവളത്തിലെത്തിയവർക്ക് വീണ്ടും ഹീത്രൂ വിമാനത്താവളം സമ്മാനിച്ചത് യാത്രാ ദുരിതം. വിമാനത്താവളത്തിലെ ടണലുകളിൽ ഒന്ന് അടച്ചിടേണ്ടി വന്നതിനെ തുടർന്നാണ് ബുധനാഴ്ച മുഴുവൻ യാത്രക്കാർ ദുരിതത്തിലായത്. ചില സാങ്കേതിക പിഴവുകളെ തുടർന്ന് ടെർമിനൽ 2ഉം 3ഉം തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് ടണലുകളിൽ ഒന്ന് അടച്ചിടേണ്ടി വന്നതായി അധികൃതരും സമ്മതിച്ചു. ഇക്കാര്യം അറിയാതെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ കുടുങ്ങുകയായിരുന്നു. ഇതോടെ പല യാത്രക്കാർക്കും ലഗേജുമായി നടന്ന് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടി വന്നു. ഈ ടണൽ അടച്ചിട്ടതോടെ വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിലും യാത്രകൾ തടസ്സപ്പെട്ടു. രാത്രി വൈകി സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായി ഹീത്രൂ അധികൃതർ അറിയിച്ചു. നിലവിൽ ടണൽ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സ്വകാര്യ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്നുണ്ടായ ആശയക്കുഴപ്പത്തിൽ ഇന്നലെ ബെർമിംഗ്ഹാം വിമാനത്താവളത്തിൽ കുറച്ചു സമയത്തേക്ക് അടച്ചിട്ടു. ഇതോടെ 100ഓളം വിമാന സർവീസുകൾ വൈകി. ബെൽഫാസ്റ്റിലേക്ക് പോവുകയായിരുന്ന ട്വിൻ എഞ്ചിൻ B200 സൂപ്പർ കിങ് വിമാനം യാത്രക്കിടെ ഉണ്ടായ ചില അടിയന്തര സാഹചര്യങ്ങൾ മൂലം താഴെ ഇറങ്ങിയതോടെ വിമാനത്താവളത്തിലെ എല്ലാ ലാൻഡിങ്ങുകളും ടേക്ക് ഓഫുകളും നിർത്തിവെക്കുകയായിരുന്നു. അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെ തുടർന്ന് വൈകിട്ട് 6 മണിവരെയായിരുന്നു വിമാനത്താവളം അടച്ചിട്ടത്. ചുരുങ്ങിയത് ഇത് 93 വിമാന സർവീസുകളെയെങ്കിലും ബാധിച്ചതായാണ് റിപ്പോർട്ട്. വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദായതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. ഇവിടേക്ക് എത്തിയ റെയിൻ എയർ, ജെറ്റ് 2 വിമാനങ്ങൾ സ്റ്റാൻഡേർഡ്, മാഞ്ചസ്റ്റർ, കിഴക്കൻ മിഡ്ലാൻഡ്സ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. ഇനി ഫ്രഞ്ചുകാർ UKയിലേക്ക് കള്ളബോട്ട് പിടിച്ചു വരേണ്ട. അവർക്ക് UKയിൽ താമസിക്കാം 3 മാസം. അഭയാർത്ഥികൾക്ക് ആശ്വാസമായി ലേബർ സർക്കാരിന്റെ പുതിയ 1 in 1 out പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി ബ്രിട്ടനിലേക്ക് കള്ളബോട്ട് കയറാൻ ഫ്രാൻസിൽ കാത്തിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് അവർ അപേക്ഷിച്ചാൽ ബ്രിട്ടനിൽ 3 മാസം താമസിക്കുന്നതിനുള്ള വിസ അനുവദിക്കും. അവരുടെ അഭയാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ അവർക്ക് UKയിൽ എത്താമെന്ന് ഹോം ഓഫീസ് ഇന്നലെ പുറത്തുവിട്ട പുതിയ ആംഗ്ലോ ഫ്രഞ്ച് പദ്ധതിയുടെ വിശദാംശങ്ങളിൽ പറയുന്നു. ഇത്തരം അപേക്ഷകരിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് UKയിലേക്ക് പ്രവേശനം അനുവദിക്കും. 3 മാസം വരെ ഇവർക്ക് UKയിൽ താമസിക്കാൻ കഴിയും. എന്നാൽ അവർക്ക് ഇവിടെ ജോലി ചെയ്യാനോ പഠിക്കാനോ അതുപോലെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ ഈ കാലയളവിൽ കഴിയുകയില്ല. 3 മാസക്കാലത്തിനിടയിൽ ഇവർക്ക് ദീർഘകാല വിസ നൽകണമോ എന്ന കാര്യം ഹോം ഓഫീസ് പരിഗണിക്കും. നികുതിദായകരുടെ ചെലവിൽ ഇവരെയും ഹോട്ടലുകളിൽ പാർപ്പിക്കേണ്ടതായി വരുമെന്നാണ് സൂചന. UKയിൽ പഠനം തുടരാനായി ഇന്ത്യക്കാർ ഏറെ കാത്തിരിക്കുന്ന ഷെവനിംഗ് സ്കോളർഷിപ്പുകൾക്കും ഫെലോഷിപ്പുകൾക്കും അപേക്ഷ ക്ഷണിച്ചു. UKയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും 1 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സ്
പഠിക്കുവാൻ സഹായിക്കുന്നതാണ് ഈ സ്കോളർഷിപ്പ്. കോഴ്സിനുള്ള പൂർണ്ണമായ സാമ്പത്തിക സഹായം സ്കോളർഷിപ്പ് വഴി ലഭിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി നേടിയതിനു ശേഷം ചുരുങ്ങിയത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമെങ്കിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ കഴിയുക. UK-യിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മധ്യതലം മുതൽ സീനിയർ തലം വരെയുള്ള പ്രൊഫഷണലുകളെ ഉദ്ദേശിച്ചുള്ള 8 മുതൽ 12 ആഴ്ചക്കാലത്തെ പരിപാടിയായാണ് ഷെവനിംഗ് ഫെലോഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി chevening.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം വേഡ്മത്ത് വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റ് എടുക്കുന്നതിന് മുൻപ് അല്പം ശ്രദ്ധിച്ചില്ല എങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും. സേവന വേതന വ്യവസ്ഥകളിൽ മേൽ സമരം വേണമോ എന്ന് തീരുമാനിക്കാനുള്ള വോട്ടിംഗിൽ 80% ജീവനക്കാർ ഉടൻ വോട്ട് രേഖപ്പെടുത്തും. സമരത്തെ അനുകൂലിച്ചാണ് വോട്ടിംഗ് ഫലമെങ്കിൽ അടുത്ത മാസം വേഡ്മത്ത് വിമാനത്താവളം അടച്ചിടേണ്ടതായി വരുമെന്ന് പ്രമുഖ യൂണിയനായ യുണൈറ്റഡ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്യൂവലേഴ്സ്, ബാഗേജ് ഹാൻഡ്ലേഴ്സ്, സെക്യൂരിറ്റി ചെക്ക് ഇൻ ജീവനക്കാർ, ഫ്ലൈറ്റ് ഡിസ്പാച്ചേഴ്സ് തുടങ്ങി എല്ലാ വിവിധ മേഖലകളിലുള്ള ജീവനക്കാർക്കും അഭിപ്രായ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ 34 പ്രമുഖ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസ് നടത്തുന്ന വേഡ്മത്ത് വിമാനത്താവളത്തിൽ പ്രതിവർഷം 9.5 ലക്ഷം യാത്രക്കാരാണ് എത്താറുള്ളത്. TUI, Ryanair എന്നീ കമ്പനികളാണ് പ്രധാനമായും ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. നേരത്തെ വാഗ്ദാനം ചെയ്ത 4.5% ശമ്പള വർധനവ് യൂണിയൻ നിരാകരിച്ചിരുന്നു. തെക്കൻ ഫ്രാൻസിൽ അതിവേഗം പടരുന്ന കാട്ടുതീ തടയാൻ 100 കണക്കിന് അഗ്നിശമന സേനാംഗങ്ങൾ പോരാടുകയാണ്. തീപിടുത്തത്തിൽ ഒരു സ്ത്രീ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാത്രിയോടെ പാരീസിന്റെ വലുപ്പമുള്ള കോർബിയസ് കുന്നുകളുടെ വിശാലമായ ഒരു പ്രദേശം കത്തിനശിച്ചു. 50 വർഷത്തിനിടെ ഫ്രാൻസിലുണ്ടായ 2ാമത്തെ വലിയ തീപിടുത്തമാണിത്. പ്രദേശം സന്ദർശിച്ച ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റു തീപിടുത്തത്തെ കനത്ത തോതിലുള്ള ഒരു ദുരന്തമെന്ന് വിശേഷിപ്പിച്ചു. കേംബ്രിഡ്ജ് കേരള കൾച്ചറൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ മുൻവർഷത്തേക്കാൾ ഗംഭീരമായി സംഘടിപ്പിക്കാൻ തീരുമാനം. സെപ്റ്റംബർ ശനിയാഴ്ചയാണ് ഇത്തവണത്തെ CKCA ഓണാഘോഷം 2025 ആഘോഷ പരിപാടികൾ അരങ്ങേറുക. CB1 8NN ക്യൂൻ എഡ്യൂസ്വെയിലെ ദി നെതർ ഹാൾ സ്കൂളിൽ വെച്ചാണ് ആഘോഷങ്ങൾ. അഡ്വക്കേറ്റ് ജോസഫ് ചാക്കോ, റോബിൻ കുര്യാക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലാകും പരിപാടികൾ സംഘടിപ്പിക്കുക. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey.